ഈ കഥ ഉത്തരാഖണ്ഡിലെ ഒരു കാടിന്റേതാണ്. അവിടെ ഒരു അണ്ണാരക്കണ്ണന്റെ കുടുംബമുണ്ടായിരുന്നു. അത് വളരെ നല്ല കുടുംബമാണ്. അവർ കാട്ടിൽ ജീവിക്കുന്ന എല്ലാ മൃഗങ്ങളെയും സഹായിക്കുമായിരുന്നു. പ്രശ്നമെന്നെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും അണ്ണാരക്കണ്ണനെ തേടിയാണ് വരിക. ഇവരുടെ നന്മ കണ്ട് ചില മൃഗങ്ങൾ അസൂയപ്പെട്ട് അവർക്ക് ശത്രുക്കളായി മാറി. ഒരു ദിവസം കുഞ്ഞ് അണ്ണാരക്കണ്ണൻ അവരുടെ അച്ഛനമ്മയോട് ഇങ്ങനെ പറഞ്ഞു: അമ്മേ, അച്ഛ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണം. എന്താ നിനക്ക് കേൾക്കേണ്ടത്, പറമോനെ? നമ്മൾ എല്ലാവരെയും ഇപ്പൊ തൊട്ടാണ് സഹായിക്കാൻ തുടങ്ങിയത്. ഞാൻ പറയാൻ വരുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തൊട്ടാണ് സഹായിക്കാൻ തുടങ്ങിയത്. മോനെ, നിന്റെ അച്ഛന് ഇതിനൊരു കഥയുണ്ട്. അമ്മേ, വേഗം ആ കഥ എനിക്ക് പറഞ്ഞതാ അമ്മേ. മോനെ, ഒരുപാട് ദിവസം മുന്നേ നടന്ന കാര്യമാ. നിന്റെ അച്ഛൻ എവിടുന്നോ തിരിച്ച് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ എവിടെയോ തട്ടിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ കാലൊടിഞ്ഞു പോയി. അന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് നടന്നു പോലും വരാൻ കഴിഞ്ഞില്ല. അതെ അമ്മേ, പിന്നെ എന്ത് സംഭവിച്ചമ്മേ? അപ്പോ നിന്റെ അച്ഛൻ എല്ലാവരോടും സഹായം ചോദിച്ചു. പക്ഷെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. അദ്ദേഹം വേദനയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. അത്ര തന്നെ ഞങ്ങൾ അന്നേ തീരുമാനിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ ഞങ്ങൾ തീർച്ചയായും അവർക്ക് പറ്റുന്ന സഹായം ചെയ്യണമെന്ന്. അങ്ങനെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. പക്ഷെ അമ്മേ, ചില ആളുകൾ വളരെ മോശ സ്വഭാവമാണല്ലേ? ആരെങ്കിലും വേദനയിലുള്ളപ്പോൾ അവരെ സഹായിക്കാതെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതെടാ മോനെ, എല്ലാവർക്കും അവരവരുടെ പണിയാണ് വലുത്. ഒരുപാട് പേർക്ക് സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നത്. അങ്ങനെ അന്നു മുതൽ ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെങ്കിലും അനാഥ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അവരെ കൂടെ നിർത്തും. അവരെ സ്വന്തം കുട്ടികളെ പോലെ തന്നെ കാണും. ഇത് വളരെ നല്ല കാര്യമാണല്ലേ അച്ഛൻ അനാഥ കുട്ടികളെ കൂടെ നിർത്തുന്നത്. ഇനി അവർക്ക് ഒറ്റയ്ക്കിരിക്കേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ ഇത്ര ചെറിയ പ്രായത്തിൽ പാവം ആ കുട്ടികൾ എന്ത് ചെയ്തിരിക്കും? ഏതെങ്കിലും വലിയ മൃഗം അവരെ വേട്ടയാടിയിട്ടുണ്ടാകും. അതേടാ മോനെ, നീയും വലുതായ നിന്റെ അച്ഛനെ പോലെ തന്നെ ആവണം. എല്ലാവരെയും സഹായിക്കണം. ഒരു ദിവസം താറാവുകൾക്ക് കഴിക്കാൻ ഒന്നുമില്ലാതായിരുന്നു. അതുകൊണ്ട് അവർ ഭക്ഷണം ചോദിക്കാൻ അണ്ണാരക്കണ്ണന്റെ വീട്ടിൽ വന്നു. അണ്ണാരക്കണ്ണന്റെ അമ്മേ, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം തീർന്നു പോയി. അതുമല്ലാതെ ഞങ്ങൾ ഇപ്പൊ സുഖമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനേ കഴിഞ്ഞില്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം തരുമോ? അപ്പൊ അണ്ണാരക്കണ്ണന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു: ഗിലിഗിലി താറാവേ, ഞങ്ങൾ തീർച്ചയായും നിന്നെ സഹായിക്കും. താറാവുകൾ വളരെ സന്തോഷത്തോടെ ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. ആ കാടിനുള്ളിൽ നല്ല മൃഗങ്ങളോടൊപ്പം തന്നെ മോശമായ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവർ അണ്ണാരക്കണ്ണന്റെ കുടുംബം നോക്കി അസൂയപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അസൂയപ്പെടുന്ന മൃഗങ്ങളിൽ ഒരു പൂച്ചയും മയിലും ഉണ്ടായിരുന്നു. അവരുടെ പേര് നാട്ടി പിന്നെ ടിക്ലി. രണ്ടുപേർക്കും അണ്ണാരക്കണ്ണന്റെ കുടുംബം ഇഷ്ടമേ അല്ല. അതുകൊണ്ട് അവർക്കെതിരെ ഒരു ചതിക്കുഴി പ്ലാൻ ചെയ്തു. ചേച്ചി, ഈ അണ്ണാരക്കണ്ണന്റെ കുടുംബം എല്ലാരെയും വെറുപ്പിക്കുന്നുണ്ട്. അവരെല്ലാവരെയും സഹായിക്കും. അതുകൊണ്ട് എല്ലാവർക്കും അവരെ ഇഷ്ടമാണ്. ഞാനൊരു മയില, എന്നാലും എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് അവരുടെ കുടുംബം നശിപ്പിക്കാം. അത് കഴിഞ്ഞ ഒരു ദിവസം കുഞ്ഞു അണ്ണാരക്കണ്ണൻ കളിക്കാനായി പോയപ്പോൾ അവരുടെ അച്ഛനമ്മ വീട്ടിലായിരുന്നു. ആ സമയം നോക്കി നാട്ടിൽ പൂച്ചയും പിന്നെ ടിക്ലി മയിലും ചേർന്ന് അവരെ ആക്രമിച്ചു കളഞ്ഞു. ഒന്ന് അച്ഛനെയും പിന്നൊന്ന് അമ്മയെയും ആക്രമിച്ചു. പിന്നെ അവരെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞ് അവർ അവിടുന്ന് പുറപ്പെട്ടു. കുഞ്ഞണ്ണാരക്കണ്ണൻ വീട്ടിൽ എത്തിയതും അവരുടെ അച്ഛനമ്മയുടെ അവസ്ഥ കണ്ട് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അമ്മേ, അച്ഛ, എഴുന്നേക്കൂ. എന്തു പറ്റി നിങ്ങൾക്ക്? ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ കാട്ടിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാലും ആരാ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്?
കുഞ്ഞണ്ണാറക്കണ്ണൻ കരഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛനമ്മ മരിച്ച കാര്യം അറിഞ്ഞ് ആ കാട്ടിലെ മറ്റുള്ള മൃഗങ്ങളെല്ലാവരും കുഞ്ഞണ്ണാറക്കണ്ണനെ ആശ്വസിപ്പിച്ചു. ബോണി പറവ, കാലു കാക്ക, പിന്നെ കുറുമ്പൻ കുരങ്ങൻ ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞണ്ണാറക്കണ്ണ, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഈ കാട്ടിലുള്ള അണ്ണാറക്കണ്ണന്റെ മഹാറാണിയെയും മഹാരാജാവിനെയും ആരാണ് കൊന്നത്? എന്റെ മോനെ, നീ ഇത്ര ചെറുപ്പത്തിൽ അനാഥയായി പോയല്ലോ. ബോണി പറവ കരയാൻ തുടങ്ങി. അപ്പോഴാണ് കുറുമ്പൻ കുരങ്ങൻ പറഞ്ഞത്: എനിക്ക് തോന്നുന്നത് ഇത് ചെയ്തത് ആ പൂച്ചയും മയിലുമാണെന്നാ. കാരണം ഈ കാട്ടിൽ അവർ രണ്ടുപേരും മാത്രമാണ് അണ്ണാറക്കണ്ണന്മാരോട് ഇങ്ങനെ ചെയ്യുന്നത്. അവർ തന്നെ ആയിരിക്കും ഇവരെ കൊന്നത്. ആ അതെ, എല്ലാവരും ചേർന്ന് അവരെ ഒരു പാഠം പഠിപ്പിക്കാം. പിന്നെ എല്ലാ മൃഗങ്ങളും നാട്ടിയെയും ടിക്ലിയെയും കാട്ടിൽ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. നാട്ടിയും ടിക്ലിയും ഒരു ഗുഹയിൽ ഒളിഞ്ഞിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവരെ അന്വേഷിച്ചാണ് വരുന്നതെന്ന് അവർക്ക് നന്നായി മനസ്സിലായി. ടിങ്ക്ലി, നമ്മളെ അണ്ണാറക്കണ്ണനെ കൊന്ന കാര്യം എല്ലാവരും അറിഞ്ഞെന്നാ തോന്നുന്നേ. നമ്മളാണ് കുഞ്ഞണ്ണാറക്കണ്ണനെ അനാഥയാക്കിയെന്ന് എല്ലാവരും നമ്മളെ കൊല്ലാനായി വരുന്നുണ്ട്. അതി, നീ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് ഈ കാട്ടിൽ നിന്ന് ഓടിപ്പോകാം. അവർ രണ്ടുപേരും ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ ശരിയായ സമയത്ത് എല്ലാ മൃഗങ്ങളും ആ ഗുഹയിൽ വന്നു. അവർക്ക് ഓടിപ്പോകാനേ കഴിഞ്ഞില്ല. കറുത്ത കാക്കേ, ഇവരെ നന്നായി കൊത്തി കൊത്തി നല്ല ഒരു ശിക്ഷ കൊടുക്ക്. എല്ലാവരും അവരെ കൊല്ലാനായി ശ്രമിച്ചപ്പോൾ കുഞ്ഞണ്ണാറക്കണ്ണന് ഇത് ശരിയായി തോന്നിയില്ല. ആ കുഞ്ഞണ്ണാറക്കണ്ണൻ എല്ലാവരോടും പറഞ്ഞു: ഇല്ല, ഇവരെന്റെ അച്ഛനമ്മയെ കൊന്നു എന്ന് കരുതി ഞാൻ ഇവരെ കൊന്ന പ്രതികാരം വീട്ടില്ല. എന്റെ അച്ഛനമ്മ എല്ലാരും സഹായിക്കാനാണ് കരുതിയത്. ഞാൻ ഇവര് കാരണമാണ് അനാഥയായത്. ഞാൻ ചെയ്ത പോലെ ഞാൻ ഇവരോട് ചെയ്താൽ പിന്നെ ഇവർക്കും എനിക്കും എന്ത് വ്യത്യാസമുണ്ടാകും? കുഞ്ഞണ്ണാറക്കണ്ണ, ഞങ്ങളോട് ക്ഷമിക്കേ. ഞങ്ങൾ നിന്റെ അച്ഛനമ്മയെ കൊന്ന് ഒരു വലിയ പാപം ചെയ്തു. അതെ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങൾക്ക് അവരെ കാണുമ്പോൾ അസൂയ തോന്നിയിരുന്നു. എന്തെന്നാൽ അവരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു വലിയ പാപം ചെയ്തു. കുഞ്ഞണ്ണാറക്കണ്ണൻ അവരോട് ക്ഷമിച്ചു. അവൾ അനാഥയായിരുന്നു. പക്ഷെ അവളുടെ അച്ഛനമ്മ പറഞ്ഞു കൊടുത്ത കാര്യം അവൾക്ക് ഓർമ്മയിലുണ്ട്. പിന്നെ കുഞ്ഞനിൽ ബോണി പറവയോടൊപ്പം ഇരുന്നു. ബോണി പറവ അവളെ നന്നായി നോക്കി. കുഞ്ഞണ്ണാറക്കണ്ണനും അവരുടെ അച്ഛനമ്മയെ പോലെ എല്ലാവരെയും സഹായിച്ചു. ഈ കഥയിലൂടെ നമ്മൾ എന്തുപാടെ പഠിച്ചു എന്നോ? തെറ്റുകാർക്ക് നമ്മൾ തെറ്റ് ചെയ്യരുത്. തെറ്റ് ചെയ്യുന്നവരെ പരിഹരിക്കാൻ എത്രയോ മാർഗമുണ്ട്. മോശമായവർക്ക് നമ്മൾ മോശമായി ചെയ്താൽ പിന്നെ അവർക്ക് നമുക്ക് വ്യത്യാസമുണ്ടാകില്ല. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.